ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദൈവസാന്നിധ്യവും അവൻ്റെ വചനത്തെക്കുറിച്ചുള്ള ധ്യാനവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായൊരു വാക്യം വായിക്കാം. സങ്കീർത്തനം 46 അധ്യായം 10 വാക്യം. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുവീൻ, ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. നാം നിശബ്ദമായിരുന്ന് കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം സ്വർഗത്തിൽ നിന്നുള്ളൊരു നദി പോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകുന്നു. അത് പൂർത്തീകരണവും സംതൃപ്തിയും നൽകുന്നു. നിങ്ങൾ വായിച്ച തിരുവെഴുത്തുകൾ ഓർമ്മിക്കുക, ആ ഭാഗങ്ങൾ പരിശോധിക്കുക, അവയെക്കുറിച്ച് ധ്യാനിക്കുക. അതിലൂടെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക മാത്രമല്ല, എണ്ണമറ്റ മറ്റ് അനുഗ്രഹങ്ങളും ലഭിക്കും. കാനാൻ കീഴടക്കാനും അവകാശമാക്കാനും കർത്താവ് യോശുവയെ തെരഞ്ഞെടുത്തപ്പോൾ യോശുവ ദൈവത്തിൻ്റെ സാന്നിധ്യം തേടേണ്ടതുണ്ടായിരുന്നു. അതിനാൽ കർത്താവ് ആദ്യം അവനോട് തൻ്റെ സാന്നിധ്യം വാഗ്ദാനം ചെയ്തു. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോട് കൂടെയും ഉണ്ടായിരിക്കും, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന്. ഇത് യോശുവ 1 അധ്യായം 5 വാക്യത്തിൽ കാണപ്പെടുന്നു. പിന്നെ അവൻ യോശുവയോട് പറഞ്ഞു, ഈ ന്യായപ്രമാണ പുസ്തകം നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്നതെല്ലാം അനുസരിച്ച് പ്രവർത്തിക്കാൻ നീ രാവും പകലും അതിൽ ധ്യാനിക്കണം. അപ്പോൾ നീ നിന്റെ വഴി അഭിവൃദ്ധി പ്രാപിക്കും, അപ്പോൾ നീ വിജയം വരിക്കും എന്ന്. ഇത് യോശുവ 1 അധ്യായം 8 വാക്യത്തിലും കാണപ്പെടുന്നു. നിങ്ങൾക്ക് ബൈബിൾ വായിക്കാനും പഠിക്കാനും മനഃപ്പാഠമാക്കാനും കഴിയും. എന്നാൽ യഥാർത്ഥ ചോദ്യം, നിങ്ങൾ അതിൽ ധ്യാനിക്കുന്നുണ്ടോ? ധ്യാനത്തിനിടയിലാണ് ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്നത്. ധ്യാനമില്ലാതെ ദൈവവചനത്തിൽ മറഞ്ഞിരിക്കുന്ന ആഴമേറിയ സത്യങ്ങൾ ആർക്കും യഥാർത്ഥത്തിൽ ഗ്രഹിക്കാൻ കഴിയുകയില്ല. ദാവീദ് ധ്യാനശീലനായ ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് അവൻ എഴുതിയത്, കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ ആനന്ദിക്കുകയും അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന്. ഇത് സങ്കീർത്തനം 1 അധ്യായം 2 വാക്യത്തിൽ കാണപ്പെടുന്നു. അവൻ ഇത് എഴുതുക മാത്രമല്ല, അനുഗ്രഹീത അനുഭവത്തിൽ ജീവിക്കുകയും ചെയ്തു. എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുമ്പോൾ രാത്രിയാമങ്ങളിൽ ഞാൻ നിന്നെ ധ്യാനിക്കുന്നു എന്ന് സങ്കീർത്തനം 63 അധ്യായം 6 വാക്യത്തിൽ പറയപ്പെടുന്നു. ധ്യാനിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? ആടുകൾ, പശുക്കൾ, ഒട്ടകങ്ങൾ, ജിറാഫുകൾ തുടങ്ങിയ മൃഗങ്ങൾക്ക് ഒരു പ്രത്യേക ശീലമുണ്ട്. മേച്ചിൽപ്പുറങ്ങൾ ശാന്തമായ ഒരു സ്ഥലം കണ്ടെത്തി ഇരുന്ന് അയവിറക്കി കഴിച്ച ഭക്ഷണം ആസ്വദിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ ധ്യാനത്തെ ഈ പ്രക്രിയയുമായി താരതമ്യപ്പെടുത്തുന്നു. ദൈവമക്കളെ, നിങ്ങൾ വായിച്ച തിരുവെഴുത്തുകളുടെ ഭാഗം ഓർമ്മിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുക. അതിലെ പാഠം എന്താണ്, മുന്നറിയിപ്പ് എന്താണ്, അനുഗ്രഹം എന്താണ് എന്ന് ചോദിക്കുക. നിങ്ങൾ വചനത്തിൻ്റെ ആഴങ്ങൾ ആസ്വദിക്കുകയും അതിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുന്നു. ഇതാണ് ധ്യാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 19 അധ്യായം 14 വാക്യം. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, നിന്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനം 140, 141, 142 അധ്യായങ്ങൾ. വൈകുന്നേരം 1 കൊരിന്ത്യർ 14 അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.